ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടെസ്റ്റ് ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പാകത്തിനുള്ള ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളി എടുക്കുക കേട്ടോ. ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പു, പിന്നെ ചെറിയൊരു അളവിൽ കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ അടിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു കൂട്ടും കൂടി നമുക്ക് ആ ഒരു അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിക്സിയുടെ ജാറിൽ ഞാൻ ഒരു 1/2 കപ്പ് കടലപ്പരിപ്പ് കുതിർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. അതിൽ പകുതി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 1/4 കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ആ ഒരു കുതിർന്ന വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത പരിപ്പും കൂടി അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരളവിൽ തേങ്ങ ചിരകിയതാണ്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് അയമോദകം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കയ്യിലിട്ടിട്ടൊന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരളവിൽ ചെറിയ ജീരകവും എടുക്കണം കേട്ടോ. അത് ഇതേപോലെ തിരുമ്മി ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ്. കറുത്ത എള്ളോ അല്ലെങ്കിൽ വെള്ള കളറുള്ള എള്ളാണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഓയിലിലാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഓയിൽ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് ചൂടാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ തിളപ്പിച്ചിട്ടാണ് ചേർത്തേക്കുന്നത്. സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. കാരണം ചൂടുള്ള ഓയിലായതുകൊണ്ട്. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ചെറിയൊരളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. ഒരുപാട് ലൂസായി പോകരുത്. കണ്ടോ, ഈ ഒരു പരുവത്തിലേ. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ചെറിയൊരളവിൽ മാവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ നല്ലതുപോലെ എണ്ണ തടവണം കേട്ടോ. എന്നിട്ട് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് കൈ വെച്ച് തന്നെ നമുക്കിത് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാൻ പറ്റുമേ. ഇതുപോലെ. അപ്പോൾ എണ്ണ ഉണ്ടെങ്കിലാണ് കയ്യിൽ നിന്ന് ഇത് വിട്ടു വരത്തുള്ളേ. അല്ലെങ്കിൽ പിന്നെ ചെറിയൊരളവിൽ മാവ് എടുത്തിട്ട് കൈയുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ട് നമുക്കിത് ഷേപ്പാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഉരുട്ടിയെടുത്തിട്ട് വിരൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. കണ്ടോ, ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് മുഴുവനായിട്ട് ഇത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഓയിൽ ചൂടാക്കിയിട്ട് ഇതൊന്ന് വറുത്തും കൂടി എടുക്കാം കേട്ടോ. ഇത് ഇതേപോലെ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ പപ്പടം കുത്തി എന്തെങ്കിലും വെച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അരിപ്പൊടിയും കൂടെ റെഡിയാക്കി എടുത്തിരിക്കുന്ന സ്നാക്സ് മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. പിള്ളേർക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കണ്ടോ, ഇത് ഒരുപാട് കട്ടിയൊന്നുമില്ല. നല്ല കറുമുറാന്നിരിക്കട്ടെ ഇത് കഴിക്കാനേ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.